ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അതിൻ്റേതായ രാഷ്ട്രീയം അത് നിയാസ് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഗവർണറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗവർണർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു പേരിലേക്ക് തന്നെ സർക്കാർ എത്തുകയാണ്. ആ നിലയിലൊരു ഒരു 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 ഏർപ്പാട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി വ്യക്തമായി കഴിഞ്ഞു. ഇത്ര ശക്തമായി പി എം നിയാസിനെ പോലൊരു നേതാവ് വളരെ ശക്തമായി വിഷയം ഉന്നയിച്ചു, പാർട്ടിക്കകത്ത് പറഞ്ഞു. ഇപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞു, എത്ര ദിവസമായി ഇതിപ്പോൾ പരസ്യമായി പറയുന്ന നില വരുന്നു. ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. നിയാസ് അപ്പോഴും വളരെ പ്രത്യാശയോടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ആ തീരുമാനത്തിലേക്ക് വരും, തിരുത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഷാജിക്കടക്കം തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ രതീഷ് ചക്രപാണി പറഞ്ഞാൽ എത്ര മണിക്കൂറുകളും എത്ര ദിവസങ്ങളുമായി, എന്നിട്ടും ആ തീരുമാനം തിരുത്തപ്പെടുന്നില്ല, പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ വലിയ ക്ഷീണവും മോശത്തരവും സർക്കാരിന് ഉണ്ടാകുന്നു, ആ പ്രതിച്ഛായയ്ക്ക് സംഭവിക്കും. എന്നിട്ടും അത് പ്രശ്നമല്ലാത്ത വിധം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ വലിയ ആത്മവിശ്വാസമുണ്ട്, നിയാസിൻ്റെ ആത്മവിശ്വാസവും താങ്കൾ കേട്ടല്ലോ. സംഭവിക്കാൻ പോകുന്നത് എന്താവും? സംഭവിക്കാൻ പോകുന്ന സതീശൻ എന്ത് തീരുമാനമെടുക്കുന്നു അതേ നടക്കുന്നുള്ള തർക്കമൊന്നുമില്ലല്ലോ. കാരണം ഇതുപോലുള്ള തന്ത്രപ്രധാനമായ ഒരു പദവിയിലേക്ക്, ആ ഒരു കസേരയിലേക്ക് ഒരാളിനെ നിയമിക്കുമ്പോൾ അയാളുടെ ജാതകം മൊത്തം പരിശോധിച്ചിട്ടല്ലേ സതീശനെ പോലെ ഒരാളെ എടുക്കൂ? അല്ലെന്ന് ശരത്തിന് തോന്നുന്നുണ്ടോ? എന്താണ് ശേഷാദ്രിനാഥൻ എന്നുള്ളത് മൊത്തം പരിശോധിച്ചിട്ട് വി ഡി സതീശൻ നിയമനത്തിന് തീരുമാനിക്കൂ, അംഗീകാരം നൽകൂ. അതിലൊരു സംശയവുമില്ല. അല്ല, മാത്രമല്ല ഈ പോസ്റ്റിലേക്ക് കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടെ സ്വീകാര്യമായ മറ്റു പേരുകൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ പേരിലേക്ക് ശുപാർശ വരുന്നത് എന്നതുകൂടി ഓർക്കണം. മുഖ്യമന്ത്രിക്ക് താങ്കൾ പറഞ്ഞ പോലെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ നിയാസ് പറയുന്ന പോലെ ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തുന്നു എന്ന് പറയാമല്ലോ. അതിൻ്റെ ഒരു ലക്ഷണമാണോ ഇന്ന് സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ അതിനെ യു ടേൺ എന്ന് വിളിച്ചോളൂ, തിരിച്ചടി എന്ന് വിളിച്ചോളൂ, പക്ഷേ തെറ്റ് കണ്ടാൽ തിരുത്തും എന്ന് പറയുന്നതിലൊരു മെസ്സേജ് ഉണ്ടോ? ഈ കാര്യം കൈവിട്ടുപോയി എന്നൊരവസ്ഥ അതിനകത്തുള്ളത് കൊണ്ടാണോ? അല്ല, ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ് സ്ഥലത്ത്. ഈ തന്ത്രപ്രധാനമായ ഒരു പദവിയിലേക്ക് ഒരാളിനെ ഇരുത്തുമ്പോൾ ആ ആളിനെ പറ്റി സമ്പൂർണമായി മനസ്സിലാക്കിയതിനു ശേഷമല്ലേ സതീശനെ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ തീരുമാനമെടുക്കൂ. അതിന് നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അതൊരു കാര്യം. രണ്ടാമത്, ഈ പ്രശ്നത്തിൽ പ്രിയപ്പെട്ട നിയാസിനെ പോലെ കോൺഗ്രസിൽ നിന്ന് ആരാണ് ഒരു വിമർശക ശബ്ദം ഉയർത്തുന്നത് ഈ കാര്യത്തിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതിയല്ലേ? അത് നോക്കണ്ടേ? KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്. ശ്രീ നിയാസിന് ഏറ്റവും അടുപ്പുള്ള ആളാണ് PCC പ്രസിഡന്റ്. അദ്ദേഹം ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട് എന്നൊരു 2 വാക്ക് പറഞ്ഞാൽ മതി. അത് പറയുന്നില്ല. KPCCയിലെ മറ്റാൾക്കാരോ യൂത്ത് കോൺഗ്രസിലെയോ മഹിളാ കോൺഗ്രസിലെ മറ്റാരെങ്കിലോ MLA മാർ മറ്റാരെങ്കിലുമോ ആരും അത് എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയും അതിന് മുമ്പോട്ട് നയിക്കുകയും ചെയ്യേണ്ട മുഴുവൻ ബാധ്യതയും അഡ്വക്കേറ്റ് PM നിയാസ് എന്ന KPCC ജനറൽ സെക്രട്ടറിയുടെ ചുമലിൽ മാത്രമായി. അത് മാത്രമാണോ ശ്രീ ജയചന്ദ്രൻ? നോക്കൂ, ഈ സർക്കാർ, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസക്കാലമേ ആയിട്ടുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ ഒരു സർക്കാരിനെ ശരിയായി വിലയിരുത്തേണ്ട സമയമായിട്ടില്ല. പക്ഷേ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു, അതിൻ്റെ ദിശ എന്താണെന്ന് വ്യക്തമാണ്. എത്രയോ വന്ന വിവാദങ്ങളെക്കാൾ അപ്പുറമാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെന്ന് പറയാം. സംഘ് പരിവാർ താല്പര്യത്തിൻ്റെ ആ കൂട്ടുകെട്ടിലേക്കും കേന്ദ്ര സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഫൈറ്റിലേക്ക് പോകാൻ നിരവധി വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത സർക്കാരിനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ദിശ വ്യക്തമാണ് എന്ന് പറയുന്ന ഇടത്ത് ഇപ്പോൾ PM നിയാസ് വളരെ ചങ്കുറപ്പോടെ പരസ്യമായി വിഷയത്തിൽ ഇടപെട്ടു, വളരെ ശക്തമായ ഒരു ഫൈറ്റിന് ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തിന് തന്നെ ജില്ലയിലെ ഒരു DCC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാടിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് അതായിരിക്കുന്നില്ലേ? സർക്കാർ വന്നിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, പല എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷേ അത് അങ്ങനെ പരസ്യമാക്കണ്ട, വരട്ടെ, എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നോക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ലേ കോൺഗ്രസ് നേതാക്കൾ? എല്ലാവരെയും ഇങ്ങനെയൊന്നും ആർക്കും ഒരു എതിർപ്പും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? അല്ല, എല്ലാ നേതാക്കളും VM സുധീരനെ പഠിക്കുകയാണെന്നും ആർക്കും പറയാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ചും PM നിയാസിനെ പോലെ മെൽറ്റുള്ള ഒരു പൊളിറ്റീഷ്യൻ. ഞാൻ അങ്ങനെ പറയില്ല.
പിന്നെ വി എം സുധീരൻ പറയുന്നതിന്റെ എന്താണെന്നുള്ളത് നമുക്കറിയാം, അത് വേറൊരു കാര്യമാണ്. പക്ഷേ വി എം സുധീരന് പറയേണ്ടി വരുന്നു ചില കാര്യങ്ങൾ എന്നുള്ളത് പ്രസക്തമായ കാര്യമല്ലേ? അത് ചെറിയ കാര്യമാണ്. വി എം സുധീരൻ ആരാണ്? ഇപ്പോൾ കോൺഗ്രസ് അധികാര സ്ഥാനത്തൊന്നും അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങൾ തീരെ ദുർബലമായിരിക്കാം. പക്ഷേ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു ഒരു സ്വീകാര്യത ഉണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ മീഡിയയുടെ അദ്ദേഹം എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നത്. ആ സുധീരൻ പറയുന്നതിന് പോലും ഒരു മറുപടിയും പറയേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കുകയാണ്. സുധീരൻ എന്ത് പറഞ്ഞാലും അതിന് മറുപടി പറയേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡയമെൻഷനിലേക്ക് ഒരു വിഷയം വരുമ്പോൾ അതിന് വ്യത്യസ്ത ഡയമെൻഷനുകൾ ഈ മുഖ്യമന്ത്രി നോക്കും. പക്ഷെ സുധീരൻ പറയുന്നതിന് ഡയമെൻഷനിലേക്ക് പോകേണ്ടെന്ന് മുൻകൂട്ടി തീരുമാനമുണ്ട്, പോകുന്നില്ല. അതുപോലെ ഇപ്പോൾ നിയാസ് ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. നിയാസ് ഒറ്റയ്ക്ക് ഇത്തരം ഒരു യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടാൻ മാത്രം പിന്നെ വിട്ടിയല്ല. എന്തായാലും അദ്ദേഹത്തിന് നല്ല പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നു എന്നാണോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത്തരം വിഡിത്തം അദ്ദേഹം കാണിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ പരസ്യമായി പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള പലരുമുണ്ട്. ഒരാളല്ല, പലരുമുണ്ട്. ആ പലരിൽ മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ആൾക്കാർ പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർക്ക് പുറത്ത് വരാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നതിന് അവർ എതിർക്കാനും വരില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മന്ത്രിസഭയ്ക്കകത്തേക്ക് ഈ വിഷയത്തെ ഇപ്പോൾ ഔട്ട് ഓഫ് അജണ്ട ആയിട്ടാണ് വന്നത്. പക്ഷേ ഗൗരവമായി മന്ത്രിസഭയ്ക്ക് പുറത്ത് ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നം ഇന്നിപ്പോൾ രാവിലെ മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചോ എന്ന് നമ്മൾക്കറിയില്ല. അല്ലെങ്കിൽ വരുന്ന മന്ത്രിസഭാ യോഗങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലൊക്കെ മറ്റു മന്ത്രിമാർ വളരെ ശക്തമായി, മറ്റു കോൺഗ്രസ് മന്ത്രിമാർ തന്നെ വളരെ കാര്യമായി ശക്തമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കും, ഇത് അപകടം ചെയ്യും എന്ന് പറയാനിടയുണ്ടെന്നാണോ? പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് മന്ത്രി, പേര് പറയുന്നില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ, ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഇന്നലെയും ഇന്നും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിലൊന്നും അത് പിന്നെ പറഞ്ഞോട്ടെ, തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന നിലയിലുള്ള മറുപടിയാണ് പാസ് ചെയ്തത്. അപ്പൊ തീരുമാനം അവിടെ ഉണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ, അതുണ്ട് അവിടെ. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഉണ്ടായത്. ഇങ്ങനെ എന്തിനാണ് ഉന്നയിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രഷർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു വേറൊരു മുനവെച്ച വർത്തമാനം. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ആ ഫൈറ്റുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരത്തെ, ശരി.